1994 അമേരിക്കയിലെ കാലിഫോർണിയയിൽ നടന്ന മെഡിക്കൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരൂഹതകളിലൊന്നായ ഗ്ലോറിയ റാമിറസ് അഥവാ ദ ടോക്സിക് ലേഡിയുടെ കഥയാണിത്. ഒരു രോഗിയെ ചികിത്സിച്ച ഡോക്ടർമാരും നഴ്സുമാരും കുഴഞ്ഞു വീഴുക, ആശുപത്രി മുഴുവൻ ഒഴിപ്പിക്കേണ്ടി വരിക. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമുള്ള എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. ഒരു ഹോസ്പിറ്റലിലെ അത്യാഹിത വിഭാഗം. അവിടെ ജീവനും മരണത്തിനുമിടയിൽ പിടയുന്ന ഒരു രോഗി എത്തുന്നു. ഡോക്ടർമാരും നഴ്സുമാരും അവരെ രക്ഷിക്കാൻ പരക്കം പായുന്നു. സാധാരണ ആശുപത്രികളിൽ ഇതൊരു നിത്യ കാഴ്ചയാണ്. പക്ഷേ ആ രോഗിയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന രക്തത്തിന് അമോണിയയുടെ ഗന്ധമുണ്ടെങ്കിലോ, അവരുടെ ചർമ്മത്തിന് ഒരു എണ്ണമയമുള്ള തിളക്കമുണ്ടെങ്കിലോ, ഏറ്റവും ഭയാനകമായ കാര്യം അതൊന്നുമല്ല. ആ രോഗിയുടെ അടുത്തു നിന്നവർ ഓരോരുത്തരായി ബോധം കെട്ടു വീഴാൻ തുടങ്ങിയാലോ? ഒരു രോഗി, അവരെ ചികിത്സിച്ച 23 ആശുപത്രി ജീവനക്കാർ രോഗബാധിതരാകുന്നു. 5 പേർ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാകുന്നു. ഒടുവിൽ ആ രോഗി മരിക്കുന്നു. ഒരു മനുഷ്യ ശരീരത്തിന് ചുറ്റുമുള്ളവരെ വിഷലിപ്തമാക്കാൻ കഴിയുമോ? ശാസ്ത്രലോകം ഇന്നും അത്ഭുതത്തോടെ നോക്കുന്ന ദ ടോക്സിക് ലേഡി അഥവാ വിഷലിപ്തമായ സ്ത്രീ ഗ്ലോറിയ റാമിറസ് എന്ന സാധാരണക്കാരിയായ വീട്ടമ്മ എങ്ങനെയാണ് ഒരു മനുഷ്യ ബോംബായി മാറിയത്?